നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ നിന്നും ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ട്രെയിൻ കയറുന്നതിനായി ഗുജറാത്തിൽ വെയിറ്റ് ചെയ്താലോ? അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ രാജ്യത്തുണ്ട്. അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതും രണ്ട് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നതുമായ അപൂർവം ചില റെയിൽവേ സ്റ്റേഷനുകൾ ഒന്നാണ് നവാപൂർ റെയിൽവേ സ്റ്റേഷൻ. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമായാണ് ഈ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ ഒരു വശം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ നന്ദുർബാർ ജില്ലയിലാണ്. ഏറെ അടിസ്ഥാന സൗകര്യങ്ങളുള്ള ഈ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിക്കുന്നത് ചുരുക്കം ആളുകളാണ്. ഈ സ്റ്റേഷന് ഏകദേശം 800 മീറ്റർ നീളമാണുള്ളത്. ഇതിന്റെ 500 മീറ്റർ ഗുജറാത്തിലും ബാക്കിയുള്ളത് മഹാരാഷ്ട്രയിലുമാണ്. അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ഹിന്ദി, ഇംഗ്ലീഷ്, ഗുജറാത്തി, മറാത്തി എന്നീ 4 ഭാഷകളിലാണ് നടത്തുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ ടിക്കറ്റ് കൗണ്ടർ മഹാരാഷ്ട്രയിലാണ്. സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ്, വെയിറ്റിംഗ് റൂം, പവർ പാനൽ റൂം, വാട്ടർ ടാങ്ക്, പാലം, 15 റെയിൽവേ ക്വാർട്ടേഴ്സ് എന്നിവ ഗുജറാത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റേഷനിലെ ഒരു മരബെഞ്ചിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഒരു ചിത്രവും ഗുജറാത്തിന്റെ ഭൂപടവുമുണ്ട്. മുകളിലുള്ള ചുമരിൽ കുതിരപ്പുറത്ത് വാൾ പിടിച്ചിരിക്കുന്ന ശിവാജിയുടെ ചിത്രവും മഹാരാഷ്ട്രയുടെ ഭൂപടവുമുണ്ട്. കൂടാതെ തവിട്ട് നിറത്തിലുള്ള ഒരു ബെഞ്ചിനെ 2 ഭാഗങ്ങളായി വിഭജിക്കുന്ന ഒരു വെളുത്ത സ്ട്രിപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ബെഞ്ചിന് താഴെയായി തറയിൽ മഞ്ഞ കളറിൽ ഒരു വരയുമുണ്ട്. ഈ വരയാണ് ഈ സ്റ്റേഷനെ 2ആയി വിഭജിക്കുന്നത്. ഈ വരയുടെ ഒരു വശത്ത് ഹിന്ദിയിൽ ഗുജറാത്ത് എന്നും മറുവശത്ത് മഹാരാഷ്ട്ര എന്നും എഴുതിയിട്ടുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസിലെയും ക്വാർട്ടേഴ്സിലുമൊക്കെയുള്ള വൈദ്യുതി ബില്ല് 2 സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. മഹാരാഷ്ട്രയിൽ വൈദ്യുതി തടസ്സം കൂടുതലും ഗുജറാത്തിൽ കുറവുമാണ്. 8 വർഷങ്ങൾക്ക് മുൻപ് പൂർണ്ണമായും ഗുജറാത്തിലായിരുന്നു ഈ സ്റ്റേഷൻ. പിന്നീട് റെയിൽവേകൾ പുനർനിർമ്മിച്ചപ്പോൾ മഹാരാഷ്ട്രയിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മികച്ചതാണ്. ഒരു ദിവസം 10 ട്രെയിനുകളാണ് ഇവിടെ നിർത്തുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. 2 സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്നതിനാൽ ഇത് അപൂർവമാണെന്ന് വിശേഷിപ്പിച്ച് 2022 ഇന്ത്യൻ റെയിൽവേ പങ്കുവച്ച ട്വീറ്റ് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. തുടർന്നാണ് നിരവധി ആളുകൾ ഈ സ്റ്റേഷൻ കാണാനായി എത്തി തുടങ്ങിയത്.